ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു പുലാവ്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വെജിറ്റബിൾ തന്നെ വെച്ചിട്ട് വേണമെന്നല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ വഴറ്റാൻ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റും അതുപോലെ കുറച്ച് ബീൻസുമാണ് എടുത്തിട്ടുള്ളത്. ഇനി 2 സവാള അരിഞ്ഞത്, അത്യാവശ്യം മീഡിയം സൈസിലുള്ള 2 സവാളയാണ് കേട്ടോ. അതുപോലെ ഒരു 4-5 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ക്രഷ് ചെയ്തെടുത്ത ജിഞ്ചർ ഗാർലിക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, രണ്ടും കൂടെ മിക്സ് ചെയ്തത്. എന്നിട്ടിത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. 1/2 കിലോ റൈസിൻ്റെ കണക്കാണ് കേട്ടോ. 1/2 കിലോ റൈസാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അളവാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ക്യാമറ ഓഫായിപ്പോയി, ആ ഒരു സമയത്ത് ഓണാക്കാൻ മറന്നു. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഒരു ക്യാരറ്റും ബീൻസും ആണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കനും ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വെജിറ്റബിൾസ് ചേർക്കുന്ന കൂട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ മുട്ട ചേർക്കുന്നെങ്കിൽ ഈ ഒരു സമയത്ത് മുട്ട ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി മുട്ട ചേർക്കുന്നെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഇപ്പോൾ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ചെറിയ തീയിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക, ഈ ഒരു മസാലയുടെ പച്ചമണം പോകാനായിട്ട്. ഗരം മസാലക്ക് പകരം നിങ്ങൾക്ക് ബിരിയാണി മസാല പൗഡർ ചേർക്കുന്നെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇറച്ചി മസാല, ചിക്കൻ മസാല അങ്ങനെ ചേർക്കുന്നെങ്കിലും അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറിയ 2 ടൊമാറ്റോയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ടൊമാറ്റോ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ചെറിയ 2 ടൊമാറ്റോ നോക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ 1 മതി. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി 2.5 കപ്പ് 1/2 കിലോ റൈസ് വാഷ് ചെയ്തിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊന്നും ഇല്ല കേട്ടോ. ഇത് വെള്ളമൊക്കെ വാർന്നെടുത്ത അരിയാണ്. നമ്മൾ നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ. ഇത് ചെറിയ ആ ഒരു അരിയില്ലേ, അതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ജീര റൈസ് എന്ന് പറയും ഇവിടെ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു റൈസ് ഇതിലോട്ട് ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് വേവിച്ചെടുക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൈസ് ചേർത്തിട്ടൊന്ന് ചെറിയ തീയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ 5 കപ്പ് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ച വെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 5 കപ്പ്, 2.5 കപ്പ് റൈസിന് 5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5 അല്ലെങ്കിൽ ഒരു 5.5 കപ്പോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോ അരിക്കും വ്യത്യാസമായിരിക്കും. ചില അരിക്ക് വെള്ളം പാകത്തിന് 5 കപ്പ് പാകത്തിനാകും, ചിലതിന് 5.5 കപ്പ് വേണ്ടി വരും. അത് നമ്മുടെ റൈസിൻ്റെ വേവ് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ മല്ലിയില നമുക്ക് പിന്നീട് വെന്ത് വരുമ്പോഴേക്കും മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നതിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ കണ്ടിന്യൂ ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല, ഇടയ്ക്കൊന്ന് നോക്കിയാൽ മാത്രം മതി, ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വീണ്ടും വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ ഗീ റൈസൊക്കെ വെക്കുമ്പോൾ നമുക്ക് വേവില്ല, ആ ഒരു വേവ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇടയ്ക്കൊന്ന് നോക്കാം കേട്ടോ. കുറേ നേരം അങ്ങനെ വെച്ചിട്ട് പോകരുത്, അടിക്ക് പിടിക്കും. നമുക്കറിയാമല്ലോ അരിയുടെ വേവ്, അത്രയും നേരം മാത്രം വെച്ചാൽ മതി. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ പുലാവാണ്. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ ഒരു ബോയിൽ റൈസ് കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ മടുപ്പൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്